നമസ്കാരം. ഇറാൻ-ഇസ്രായേൽ യുദ്ധം കൂടുതൽ വിനാശകരമായ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ വ്യോമപാത നിയന്ത്രണത്തിലാക്കിയ ഇസ്രായേൽ ഇടതടവില്ലാതെ ഇറാന്റെ പ്രധാന നഗരങ്ങൾ, പ്രത്യേകിച്ചും ടെഹ്റാനിൽ വ്യോമാക്രമണം തുടരുകയും ചെയ്യുന്നു. ഇറാന്റെ പരമോന്നത സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞരും ഓരോന്നായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ നേതാവും ഇറാന്റെ അവസാന വാക്കുമായ ആയത്തുള്ള ഖമനേയി രഹസ്യ ബങ്കറിൽ ഒളിവിൽ കഴിയുന്നു. ഇതെല്ലാം എനിക്കിതിൽ പങ്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ട്രംപിന്റെ പ്ലാൻ പ്രകാരം തന്നെയാണ് നടക്കുന്നതെന്നും പരമമായ രഹസ്യം തന്നെയാണ്. കഴിഞ്ഞ ജൂൺ 12 ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയിൽ തങ്ങൾ ഇറാനുമായി ആണവായുധ നിർമ്മാർജ്ജന കരാറിന്റെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരുന്നു. തുടർന്ന് ജൂൺ 15 മസ്കറ്റിൽ വെച്ച് ഇതിനായുള്ള 6ാം വട്ട ചർച്ചയ്ക്ക് അമേരിക്കയും ഇറാനും തയ്യാറെടുക്കുകയായിരുന്നു. ഇതിൽ ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമില്ല എന്നും ട്രംപ് പറഞ്ഞു. തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ തങ്ങളുടെ ഏറ്റവും വലിയ വ്യോമാക്രമണം ഇറാനു നേരെ നടത്തി. നഥാൻസ് ആണവ നിലയവും നിരവധി മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ഈ ആക്രമണത്തിനിരയായി. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തെന്നാൽ ട്രംപിന്റെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതെന്തിന്? എന്നാൽ ഇത് അമേരിക്കയുടെ ഒരു അടവ് തന്നെയാണെന്നാണ് മറ്റൊരു വ്യാഖ്യാനം. അമേരിക്ക ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്ന വേളയിൽ തന്നെ മറ്റൊരു വശത്ത് ഇസ്രായേൽ ആക്രമണത്തിനും തയ്യാറെടുക്കുകയായിരുന്നു. ഇത്തരമൊരു ആക്രമണം പ്രതീക്ഷിക്കാതെ ഇറാനിലെ സൈനിക മേധാവികൾ തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ സാധാരണ നിലയിൽ ഇരിക്കുകയായിരുന്നു. കാരണം അമേരിക്ക നൽകിയ ഉറപ്പിൽ അവർ വിശ്വസിച്ചു. മറിച്ചായിരുന്നെങ്കിൽ ഇറാന്റെ സൈനിക മേധാവികളെല്ലാം സുരക്ഷിത താവളങ്ങളിലേക്ക് മാറുമായിരുന്നു. ഈ ആക്രമണം കഴിഞ്ഞ ശേഷം ട്രംപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സമാധാന ചർച്ചയിൽ ഇറാനെ വിശ്വസിപ്പിച്ച് ട്രംപ് കൊടുക്കുകയായിരുന്നില്ലേ എന്നും മനസ്സിലാക്കാം. ഇറാന് ആണവ കരാറിൽ ഒപ്പിടുവാൻ 60 ദിവസത്തെ സമയം നൽകിയെന്നും എന്നാൽ അവർ അതിന് തയ്യാറാകാത്തതിനാൽ 61ാം ദിവസം ആക്രമണം നടന്നു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. തങ്ങൾ ഇറാന് ഒന്നിനു പിറകെ മറ്റൊന്നായി പല അവസരങ്ങൾ നൽകിയെങ്കിലും അവർ ഒരിക്കലും കരാറിൽ ഒപ്പിട്ടില്ല എന്നും ട്രംപ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇസ്രായേൽ നടത്തുവാൻ പോകുന്ന ആക്രമണം നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ നടന്നു. ഇതോടെ ഇറാന്റെ മേൽ വൻ സമ്മർദ്ദമുണ്ടായി. ഒടുവിൽ അവർ കരാറിൽ ഒപ്പിടും എന്ന് തന്നെയാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ജൂൺ 15 തങ്ങൾ ഇനി ആണവ കരാറിനെ സംബന്ധിച്ച ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ ശക്തമായി പ്രതികരിച്ചു. കൂടാതെ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുകയും ചെയ്തു. ഇവയെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിനോടൊപ്പം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അണിനിരന്നു. ഇസ്രായേലും ഇറാനും പരസ്പരം കൊമ്പ് കോർത്തതോടെ ട്രംപിന്റെ അടുത്ത പ്രസ്താവന വന്നു: ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ ഇറാൻ അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക ബേസിനെയോ മറ്റ് സംവിധാനങ്ങളെയോ ആക്രമിച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ഇറാനെ തകർത്ത് കളയും എന്ന് ട്രംപിന്റെ അടുത്ത വാക്കുകൾ പുറത്തു വന്നു. ഇതോടെ ശരിക്കും വെട്ടിലായത് ഇറാനാണ്. ഇസ്രായേലിനപ്പുറത്തേക്ക് മറ്റൊരു പ്രത്യാക്രമണം നടത്താതെ സൂക്ഷിക്കേണ്ടത് അവരുടെ ധർമ്മസങ്കടം ഇരട്ടിപ്പിച്ചു. പക്ഷേ ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ ഇസ്രായേലിലെ കോൺസുലേറ്റിന് കേടുപാടുകൾ സംഭവിച്ചു. അതിന് ഇതുവരെ ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിലെ ഹൈഫയിലും ടെൽ അവീവിലും നാശനഷ്ടങ്ങളുണ്ടായി. ഉടനെ ട്രംപിന്റെ അടുത്ത പ്രസ്താവന വന്നു: ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിലെത്തണം. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനത്തിലെത്തിയതുപോലെ ഞാൻ പലതരത്തിലുള്ള സംഘർഷങ്ങളെയും ഒഴിവാക്കി സമാധാനത്തിലെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും അവകാശപ്പെടുന്നില്ല. ഇതാണ് സാക്ഷാൽ ട്രംപ്. ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. ട്രംപ് ഈ പ്രസ്താവന നടത്തിയ ഉടനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങളുടെ ആത്യന്തികമായ മറ്റൊരു ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റമാണ്. ഇതുകൂടാതെ ഞങ്ങൾ അമേരിക്കയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കുവാൻ മുൻകൈ എടുക്കണമെന്ന് ഇറാൻ അമേരിക്കയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പ്രത്യാക്രമണം നിർത്താമെന്നാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. ഇസ്രായേൽ ആക്രമണം നിർത്തുവാൻ വാഷിംഗ്ടണിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ മതി എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിട്ടുമുണ്ട്. അയൽ രാജ്യങ്ങളായ ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ എന്നിവരോട് അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിന്റെ ആക്രമണം നിർത്തുവാൻ സഹായിക്കണമെന്ന് ഇറാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ തങ്ങൾ വിജയത്തോട് അടുക്കുകയാണെന്നും ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്
നെതന്യാഹു ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കാര്യാലയമായ കമാൻഡ് സെന്ററും ഇസ്രായേൽ ആക്രമിച്ചു തകർത്തു. ഇറാന്റെ വിശദീകരണമനുസരിച്ച് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ 224 പേർ കൊല്ലപ്പെടുകയും 1400ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇറാന്റെ വ്യോമപാത തങ്ങളുടെ നിയന്ത്രണത്തിലായെന്നും അവരുടെ മിസൈൽ വിക്ഷേപണികളുടെ 1/3 നശിപ്പിക്കപ്പെട്ടതായും ഇസ്രായേൽ അവകാശപ്പെട്ടു കഴിഞ്ഞു. ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കി നേതൃമാറ്റം നടപ്പിലാക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഇസ്രായേലും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നിയന്ത്രിച്ച് ട്രംപ് ഗാലറിയിലിരുന്ന് കളി കാണുകയാണ്. പുതിയ അപ്ഡേറ്റ് വാർത്തകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.